ഇപ്പോൾ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. അപ്പോൾ ഒറ്റക്കക്ഷിയായിട്ടുള്ള ആളുകൾ സാധാരണഗതിയിൽ ഭരിച്ചു പോകുക എന്നുള്ളതല്ലേ. അത്തരം കാര്യങ്ങളൊന്നും ഇപ്പൊ ഞങ്ങള് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ഒന്ന് ചർച്ച ചെയ്ത് പരിശോധിച്ചിട്ട് വേണം അത്തരം കാര്യങ്ങളെല്ലാം ഒരു നിലപാട് സ്വീകരിക്കാൻ. അപ്പോൾ അതതിന് ശേഷമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. BJPയെ നഗരസഭാ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും എന്നുള്ളത്. ഏറെക്കുറെ അവർക്ക് 4 സീറ്റ് നഷ്ടപ്പെട്ടു, ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. വോട്ടാണെങ്കിൽ ഒരുപാട് താഴെ പോയിട്ടുണ്ട്. അവരുടെ വോട്ട് മുനിസിപ്പൽ കേന്ദ്രങ്ങളിൽ, മുനിസിപ്പാലിറ്റിയുടെ പാലക്കാട് മണ്ഡലം കേന്ദ്രമെടുത്ത് പരിശോധിച്ചാൽ അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. കാരണം ബൈ ഇലക്ഷനിൽ 10,000 വോട്ട് നഷ്ടപ്പെട്ടു. കാരണം 47,000-ൽ നിന്ന് 37,000-ആയി ചുരുങ്ങി. ആ 37,000-ആയി ചുരുങ്ങിയ BJP വീണ്ടും അത് 35-ആയി മാറി. അപ്പോൾ BJP മുനിസിപ്പാലിറ്റിക്കകത്തും പാലക്കാട് മണ്ഡലത്തിനകത്തും വലിയ പുറകിലേക്ക് പോവുകയാണ്. ഇതിനർത്ഥം BJP എവിടെയെല്ലാം ഭരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് കാരണം ജനദ്രോഹപരമായ നിലപാടുകൾ, നയങ്ങൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് അവരുടെ ഭരണത്തിന് ശേഷം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ്. എന്നാൽ ഞങ്ങൾക്ക്, നിങ്ങൾ പലരും പത്രക്കാർ, മറ്റേ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു, മുനിസിപ്പാലിറ്റി ഭരിക്കാൻ ഞങ്ങൾ ഭരിക്കുമെന്നല്ല ഞാൻ അപ്പോഴും പറഞ്ഞത്, വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ്. ആ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം 37,000-ൽ നിന്നാണ് 43,000 ആയിട്ട് വർദ്ധിച്ചത്. അപ്പോൾ 5,000 വോട്ട് വർദ്ധിക്കുകയും ചെയ്തു. 2 സീറ്റ് വർദ്ധിച്ചു. ഞങ്ങൾ ഏകദേശം 16ഓളം സീറ്റുകളിൽ ഇപ്പോൾ 2ാം സ്ഥാനം. 16ഓളം സീറ്റുകളിൽ ഇപ്പോൾ നിലവിൽ മുനിസിപ്പാലിറ്റിക്കകത്ത് 2ാം സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഈ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നേതൃത്വം. പാലക്കാട് പിടിച്ചെടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ BJPയെ സംബന്ധിച്ച് അവർക്ക് അവിടെ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഭരണം നിലനിർത്താൻ ഇപ്പോൾ ഒരു പക്ഷേ എങ്ങനെയാണ് അവർക്ക് സാധിക്കുക, അതിന് തുടർ ചർച്ചകളിലേക്ക് പോവുകയാണ്. ആ ഘട്ടത്തിലാണ് BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആലോചനകളിലേക്ക് CPIM-ഉം ഒപ്പം തന്നെ കോൺഗ്രസും കടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.